ഹായ്! ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചിക്കൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്, കാണാൻ കളർഫുള്ളുമാണ്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ രുചികരമാണ്. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം ചെല്ലാം. അപ്പോൾ നിങ്ങളിത് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോയുള്ളൂ കേട്ടോ. ചെറിയ ക്യൂബുകൾ പോലെയാക്കി ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കൻ ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, അരിപ്പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലവർ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഇനി 1 മുട്ട മുഴുവനെ എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായി നമ്മൾ യോജിപ്പിച്ചെടുത്തതിലേക്ക് മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് മുഴുവനെ നമ്മൾ ഒഴിക്കുന്നു. ചിക്കനും മുട്ടയും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നു. ഇനി 1 മണിക്കൂർ വരെയെങ്കിലും മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ എങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചേക്കണേ. ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയെടുത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ചു വന്ന എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങളാക്കി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വേഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യിലേക്ക് അത് പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ നമ്മുടെ മസാലകളെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരുപാട് ഫ്രൈ ആകേണ്ട കാര്യമില്ല, എന്നാൽ ഫ്രൈ ആകണം, അത്രയും മതി. വളരെ എളുപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധിക സമയമൊന്നുമില്ല. ഇത് വറന്നു വരാനും അധിക നേരം നമുക്ക് വേണ്ടി വരില്ല. ഇത് ഞാൻ ഇന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. കാരണം ഇവര് കുളിച്ചത് അത്രയ്ക്ക് ശരിയായില്ല, തലവശമൊക്കെ പൊങ്ങി നിൽക്കുവാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണയാണ് ഒഴിച്ചതെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മറുവശം കൂടെ ഫ്രൈ ആയിട്ട് വരട്ടെ. എളുപ്പമാകും. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം, അത്രേ ഉള്ളൂ. ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിപ്പോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ ഇവരെല്ലാം നല്ല സുന്ദര കുട്ടന്മാരായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ചു പേർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്കും കൂടെ നമുക്ക് സമയം അനുവദിച്ചു കൊടുക്കണം. എല്ലാവരെയും നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് കുളിച്ചു കോരി നമുക്ക് ഇവരെ ഒരു പ്ലേറ്റിലാക്കി നിർത്താം. ഇനി അടുത്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരിയ എണ്ണ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ കുറഞ്ഞത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വറ്റൽമുളക് 2-3 ആക്കി മുറിച്ചിട്ടത്. ഇനി പച്ചമുളക് ഒരു 4 3 4 ആക്കിയോ 2 ആക്കിയോ കീറിയിടുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മുളകൊന്ന് വാടി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ടൈം അധികം നമുക്ക് ചെലവാകില്ല, എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതെന്തായാലും വാടി വരാനായിട്ട് 1-2 മിനിറ്റ് മതി എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് എളുപ്പം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെറിയ പൊട്ടൽ പോലെ ഉണ്ടാകും. ഇനി ഇതിലേക്ക് കയ്യിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് വേഗം തളിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വന്നു. കേട്ടില്ലേ? എളുപ്പം തന്നെ വരും കേട്ടോ. നിപ്പി തന്നെ വരും. അപ്പൊ നമ്മുടെ പൊളിച്ച് റെഡിയായി തോർത്ത് നിൽക്കുന്നവന്മാരെ എല്ലാം പിടിച്ച് ഇതിലോട്ടാക്കി നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അവസാന ഘട്ടവും നമ്മുടെ കഴിഞ്ഞു. ഇനി ഇവരെ എല്ലാം ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് വേണ്ടി വരുള്ളൂ. ക്വിക്കായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്, എളുപ്പം നമുക്ക് വീടുകളിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? മേക്കപ്പ് എല്ലാം എല്ലായിടത്തും ഒരുവിധം പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അവസാന ഘട്ടവും കഴിഞ്ഞു. ഇനി ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ വീട്ടിൽ എളുപ്പം തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അയക്കുക. കണ്ടില്ലേ? സുന്ദരക്കുട്ടനായില്ലേ? ഇനി ഒന്ന് കടിച്ചു നോക്കാൻ വരെ കൊതി തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയും കൂടിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാതെ തിന്നാനും ഭക്ഷണത്തിന്റെ കൂടെ സെർവ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് റെസിപ്പി.